ചേടാ ഇതിപ്പോ അവരുടെ മോളല്ലേ കാണാതായി, പിന്നെ അവർക്ക് എന്നെ കേസ് കൊടുക്കത്ര മടി? എനിക്ക് അവളെ തന്നെ വേണം. എടാ അവരുടെ പെങ്കച്ചിനെ കാണാനില്ലെന്ന്. ഉയ്യോ, നിനക്ക് നിന്റെ നാവ് ലേലത്തിന് വെച്ചൂടെ? 3 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് കിട്ടുമല്ലോ. ചേട്ടാ ഞാൻ ലേമോളെ കൂട്ടിക്കൊണ്ടുവന്നു. ഏത് മോളെ? എന്റെ പൂക്കി. നാളെ ഇവിടെ ഇവന്റെ പള്ളിയിൽ വെച്ച് കെട്ട്. കല്യാണത്തിന് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. ഏത് അറിയാലോ? ഓ, നിങ്ങൾക്ക് എവിടുന്ന് കല്യാണത്തിന് തിരക്കൊക്കെ അറിയാനല്ലേ? സാധാരണ ഇവിടെ അനിയന്മാരെയും പെങ്ങന്മാരെയും കെട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോ നിന്റെ അനിയൻ ദേ കെട്ടി നിനക്കും നിന്റെ കൂട്ടുകാർക്ക് ചെലവിനായിരുന്നു. ഒരു കുടുംബത്തിന്റെ മൊത്തം മുമ്പിൽ കോമാളിയായിട്ടിരിക്കാൻ ഞാൻ. നാളെ കല്യാണം നടക്കായിരുന്നാലോ? എന്ത് ഓടി വാക്കണ്ണേ, ചാടി വാടാ ഉണ്ണേ. നിർത്തുന്നേ. എടാ നീ കുറെ നേരമല്ല ലെഫ്റ്റും റൈറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇതേത് ബാറിലോട്ടാ? ആ കീർത്തി ബാറാണേ നമ്മുടെ. നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. അമ്മുള്ളനാണെങ്കിൽ ഞാനും വരാം. വെറും വയറ്റിൽ ബിയർ അടിച്ചാലേ തലയ്ക്ക് പിടിക്കൂ. എടാ അതിനല്ല, നീ ഇതേ വീടുണ്ടോ? വാവ് നൈസ്. താങ്ക് യു. ബ്ലാക്കിന് മദ്യം വെക്കുന്ന വീടിൻ്റെ ഒരു ആംബിയൻസും ഇല്ല. കൊള്ളാം. ഇതാണ് എവിൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്. അത് പറ. ഞാനും അതാ വിചാരിച്ചേ, ബ്ലാക്കിന് മദ്യം വെക്കുന്ന വീട്ടിലാർ എത്ര ലൈറ്റ് ആൻഡ് സെറ്റപ്പ് ഒക്കെ നടത്തുകയെന്ന്. അയ്യോ, നമ്മളെന്താ ഇവിടെ? നീ വണ്ടി സ്റ്റാർട്ടിങ് കേട്ടോ, ഞാനിപ്പോൾ വരാം. എടാ ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കല്ലേ? ഞാനിതൊരു ഒരു കോപ്പിലെ പരിപാടിയും കാണിച്ചില്ല, അതാണ്. എടാ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. നീ പ്ലാൻ പറ എന്താന്ന്? എടാ പ്ലാൻ പറഞ്ഞത് മുഖത്ത് വരാതിരിക്കാനുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. തൽക്കാലം വണ്ടി സ്റ്റാർട്ടിങ് കിട്ടോ, ഞാനിപ്പോൾ വരാം. അല്ല എടാ എങ്ങോട്ടും പോരുത്, ഞാനിപ്പോൾ വരാം. ഗേറ്റല്ലേ ആമേ? എന്താ ഒരു കാര്യം ഈ വാക്കുകളുടെ പോസ്റ്റ് പറയുമ്പോഴല്ലോ. അല്ലേ വേണ്ട, ചിലപ്പോൾ ഇടിയിട്ട് നമ്മളായിട്ട് പതുക്കെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. എന്താ ഇത്? എടാ ഒന്നങ്ങ് നീങ്ങി കിടക്ക, അങ്ങോട്ട് പോട്ടെ. ബാത്റൂമൊക്കെ ആകെ വൃത്തികേടാക്കി. കണ്ടില്ല പാവം. ഇതന്നെ ഡോറ് തുറന്ന് കയറിയത് ഫ്ലൈ ഓർന്ന് താഴെ കാണാം. 1 2 മൂഞ്ചിയില്ല 3 4 കഴിഞ്ഞു. എവിടെയാ കിട്ടി? കിട്ടിയില്ല. ആരും എണീറ്റില്ലേ? ഓ, ഗേറ്റിൽ മിസ്സായിടി. ഇവിടെ കിട്ടുമെന്ന് ഓർത്തത്. ഹായ്, മദ്യം വെറുതെ അല്ല. ഒരടിച്ചേക്കാം. തിണ്ടിൽ വെള്ളം വെച്ചിട്ടില്ല. 5 7 ഇനി എന്താണോ? ഹായ് വെള്ളക്കുതിര. 8 10 12 കിടന്നുറങ്ങിക്കോട്രാ. ഡ്രൈ അടിച്ചിട്ടാ പൊട്ടന്മാരെ. അമ്മേ ചെരുപ്പെന്നിട്ട ഇത്രയധികം സ്റ്റെപ്പിൻ്റെ മുകളിലിരിക്കുന്ന ഇവളാര് കൊരട്ടിമുത്തിയോ? കയറിയാൽ തീരാത്തൊരു സ്റ്റെപ്പ്. 3 നിലയാണോ? വെട്ടമുള്ള മുറി. ഇവിടെ മത്തി ഉണ്ടാവോ? കാണൂല. ഇവളെന്ത് എഴുതണേ? തലേദിവസം കല്യാണക്കുറി എഴുതണേ? കന്നത്തിലാണല്ലോ എഴുത്ത്. നീ എഴുതാണല്ലടി. നിനക്കുള്ള ജാതകം ഞാൻ തരാം. കുഴപ്പമൊന്നുമില്ലല്ലോ. സേഫ്. കൊള്ളാം. കല്യാണപ്പെണ്ണിൻ്റെ വീടിന് വേണ്ടി. കുതിര വീട്ടിലെന്തിനും ഇത്രയും? എന്താ മിന്നല്ലേ?
അതിനിടയ്ക്ക് ചേട്ടൻ എന്താ ഇവിടെ? എന്തോ? എവിന്റെ ചേട്ടനല്ലേ? അല്ല, എവിൻ എൻ്റെ അനിയനാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ രണ്ടിനും ഒരേ മീനിങ്ങാ. ആണോ? പറ, ചേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ? എനിക്ക് കല്യാണ പെണ്ണോട് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഏത് കല്യാണ പെണ്ണോട്? ഇവിടെ വേറെ കല്യാണ പെണ്ണ് നീയല്ലേ? അപ്പം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നേരത്തോ? മോളെ നീ കിടന്നില്ലേ? രാവിലെ നേരത്തെ പോകാനുള്ളതാ. കിടന്നുറങ്ങാൻ നോക്ക്. ഒരു മിനിറ്റ്. 1-2 മിനിറ്റ് എടുത്തു, വിഷയമുള്ള കാര്യമില്ല. ചേട്ടൻ പോയോ? ഇല്ല. നട്ടപ്പാതിരേക്ക് വീട്ടിൽ കയറി വന്ന് കോമഡി കാണിക്കാണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അതോ ഞാൻ എല്ലാവരും വിളിക്കണോ? ഒച്ച നിന്റെ കുടലിന് തൊള്ളടി ഞാൻ. ഇത് വെച്ചോ? അപ്പം ഇത് വെച്ചല്ല, എൻ്റെ അരയിൽ കത്തിയുണ്ട്. വേണ്ടുവന്ന് അതിനും ഞാൻ പഠിക്കില്ല. കാര്യം അത്ര സീരിയസാ. എന്ത് കാര്യം? വെള്ളമുണ്ടോ? എന്താ? അല്ല, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന്. എന്താ മേശപ്പുറത്തിരിപ്പുണ്ട്. ആ, ഇത് പിടിച്ചോ, വെള്ളം കുടിച്ചിട്ട് വരാം. എന്താ പറയുക? നീ നമ്മുടെ ആളാണല്ലേ? അല്ല, അത് ഞാൻ. കല്യാണത്തലേന്ന് 1.5 അടിക്കുന്ന തെറ്റൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിലേക്കുള്ളല്ലേ നീ. കല്യാണം നടക്കുവാണെങ്കിൽ നമുക്ക് കൂടാം കേട്ടോ. ചാടങ്ങട് സെറ്റ്. ഓർമ്മ ഒഴിക്കട്ടെ? വേണ്ട. ചേട്ടൻ പറയാൻ വന്ന കാര്യം പറ. വന്ന കാര്യം, ഈ കല്യാണം നടക്കില്ല. എന്ത്? ഈ കല്യാണം നടക്കാൻ പാടില്ല. കല്യാണത്തലേന്ന് കയറി വന്ന ഒരുമാതിരി വളിപ്പിടിക്കല്ലേ? വളിപ്പല്ല, ഈ ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ല. വെറുതെ അല്ല, ഇവിടെ ജാതകം നോക്കിയിരുന്നോ? ഈ വീട്ടിലുള്ളവർ അങ്ങനൊന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെയാ ഈ കൊടും ചതി. അതിൻ്റെ ഒരു ഭാഗം ഞാനവിടെ നടപ്പണല്ലോ, എൻ്റെ ചങ്ക് കറന്നുപോയി. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദുർമരണം. ദുർമരണോ? ആരുടെ? ഈ കല്യാണം നടന്ന കൊച്ചിൻ്റെ അച്ഛൻ്റെ ദുർമരണം. അതിന് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി. എൻ്റെ അച്ഛൻ മരിച്ചു പോയതാ, പക്ഷെ 14 കൊല്ലായി. ഇത്? അയ്യോ. എന്താ? ഗുളികന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഗുരുഗുളികന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി അതെന്താ? അതായത് ദുർമരണം സംഭവിക്കേണ്ട ആള് നേരത്തെ മരിച്ചാണെങ്കിലേ അയാളുടെ വീട്ടിലെ 3 പേര് മരിച്ചു. എന്നുവെച്ചാ ഈ കല്യാണം നടന്ന കൊച്ചിൻ്റെ വീട്ടിലെ 3 പേര് കർത്താവെ വിശ്വസിച്ച് കാണണേ. അല്ല, എവിനിതറിയില്ലേ? അവൻ കുഞ്ഞല്ലേ? പക്ഷെ കാഴ്ചയിൽ ചേട്ടനാണല്ലോ കുഞ്ഞ്. കത്തിയെടുക്കണേ? വേണ്ട. അല്ല, അവൻ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അവനിതിനെ പറ്റിയൊന്നും അറിയില്ല. ഇതൊക്കെ പ്ലാൻ ചെയ്തേക്കണം എൻ്റെ ചാച്ചമ്പുള്ളിയാ. പുള്ളിക്ക് നിങ്ങളുടെ വീട്ടിലെ 3 പേര് മരിച്ചതിന് കുഴപ്പം. പുള്ളിക്ക് പുള്ളിയുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണ് വലുത്. പക്ഷെ എനിക്കങ്ങനല്ല. ബ്രൈഡ് കൺവിൻസ്ഡ്. കല്യാണ കച്ചേരി. ഡ്രൈ ആണല്ലേ കർത്താവേ. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ചേട്ടനൊന്ന് സംസാരിച്ചു പോയിക്കൂടെ? സംസാരിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഈ കല്യാണം എന്തായാലും മുടങ്ങണം. ഈ അവസാന നിമിഷം വന്ന് കല്യാണം മുടങ്ങണമെന്ന് പറഞ്ഞാൽ എങ്ങനെ മുടക്കൂന്നാ? എങ്ങനെയാന്നൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ടി വരും. ഇതൊന്നും ആലോചിക്കാതെയാണോ ഇതൊക്കെ പറയാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നേ? ചേട്ടാ, ഇതിപ്പോൾ ഞാൻ പറയാൻ വന്നാണോ കുഴപ്പം? അതെ, എനിക്കൊന്നും പോകാനില്ല. ഈ കല്യാണം നടന്ന കൊച്ചിൻ്റെ വീട്ടിലെ 3 പേരും ടീം, കൊച്ചിൻ്റെ അമ്മ വരെ. കണ്ട, ഇതാണ് നിമിത്തം. നാളത്തെ കാര്യത്തിന് നിമിത്താ മോളെ ഇത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാന്ന് പറ.
ഇപ്പം എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? കെട്ടിൻ്റെ സമയം കഴിയുന്നവരെ ഈ കല്യാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇവിടുന്ന് കാണാതാണ്. ചേട്ടൻ ഒളിവിൽ പോകാൻ പോവാണോ? ഞാൻ ഒളിവിൽ പോയി കഴിഞ്ഞാൽ കാറ്ററിംഗുകാരെ വിളിച്ച് ഒരു പ്ലേറ്റ് കുറച്ചെടുത്താൽ മതി എന്ന് പറയും എൻ്റെ മമ്മി. അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോലുള്ള. പിന്നെ ആരെ കാണാതാക്കണോന്നായി പറയുന്നേ? നിന്റെ അമ്മയുടെ അടക്കം 3 പേരെ ജീവൻ രക്ഷിക്കാൻ ഇനി ഒരാക്കേ പറ്റൂ. ആരാണ് അയാൾ? നീയാണ് അയാൾ. ഞാനോ? ആ പിന്നല്ലാണ്ട്. എടി കെട്ടിൻ്റെ സമയം കഴിയുന്നവരെ തൽക്കാലം നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക. ഞാൻ എങ്ങോട്ട് പോവാനാ? ഇങ്ങോട്ട് പോകാനൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. എൻ്റെ ഒരു സ്വന്തക്കാരൻ്റെ വീടാ. ആൾക്കാരൊക്കെ പുറത്താ. അപ്പോൾ എൻ്റെ ചുറ്റുപാടും പരിപാടിയൊക്കെ നോക്കണം ഞാനാ. വിൽക്കാനായിട്ടേക്കോ തൽക്കാലം അവിടെ വെക്കാം. എല്ലാം കഴിഞ്ഞ് രാവിലെ നീ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ആരെ? ഓഹ് എബിനെ, അല്ലാണ്ട് അറിയാ. ഇവളിതെന്തോ കുഴപ്പാവൂ? കുഴപ്പമാവോന്ന് ചോദിച്ചാൽ എന്ത് കുഴപ്പം? കെട്ടുമുടങ്ങി എല്ലാം ഒന്ന് കളങ്ങി തെളിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ ദുബായി കൂടെ പോയാൽ ഓക്കെ. ദുബായ്ക്കോ? അപ്പം ദുബായിക്ക് എന്ന് പറഞ്ഞാൽ ഈ പണിക്കരുടെ ഫാമിലി ദുബായിലാണല്ലോ. അപ്പോൾ അവിടെ പോയി പ്രശ്നം വെച്ച് നോക്കിയാണല്ലോ ഇതിനെ ശരിയാവുള്ളൂ. 1 മാസം കഴിഞ്ഞാൽ പോകാനും പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പ്രശ്നമാവില്ലെന്ന് പറയണമെങ്കിൽ ഞാൻ പണിക്കരുടെ അടുത്ത് പോകണം. അതല്ല, ഇവിടത്തെ കാര്യം പറ. ഇവിടുത്തെ കാര്യം എന്ന് പറയുമ്പോൾ വലിയ ഒച്ചനൊക്കെ ഒന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഏറ്റു. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആണാ? എന്നാൽ ലേറ്റ് ആക്കണ്ട, പോവാം നമുക്ക്. പോരെ പോരെ, ഇതൊക്കെ ചെറിയ കാര്യം. ഓ നമ്മൾ കല്യാണത്തിന് പോവല്ല, വരാ. ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ നോക്കാൻ പാടില്ല. പിന്നെ വിളിച്ചോടുന്ന സമയം കൊണ്ട് പോയാ. ചേട്ടാ കാറിലല്ലേ വന്നേ? അതെ. ഞാൻ ഓടിക്കട്ടെ? അത് നമുക്ക് വേറെ കണ്ടന്റ് ആക്കാം. ഞാൻ ചേട്ടനെ പേര് വിളിക്കട്ടെ? അതിനാ? അല്ല, ചേട്ടനെ കണ്ട അവൻ ചേട്ടനും ചേട്ടൻ അനിയനാന്ന് പറയും. കത്തി എടുക്കണ്ട, വാ പോവാ. ഇവിടെ ഞാൻ കൊന്നോളഞ്ഞത്. എൻ്റെ അമ്മി കൊടുക്കത്തെ മഴയും അവൻ്റെ ഔട്ടി കൊണ്ട് വണ്ടി നിർത്തിക്കണം. എന്നിട്ട് അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. ദൂരം നേരെ വാ പോവാനേ. എടാ എത്ര നേരം അവിടെ നീ പോയിട്ട്? പിന്നെ ഞാൻ കെട്ട് ഇറങ്ങി. ബെൽറ്റ് ഇട്ടോ പോവാ നമുക്ക്. അല്ല ഇടത്തോട്ടോ വലത്തോട്ടോ? പഠിച്ചേ. നേരെ പോട്ടെ ഞാൻ പറയണ്ട്. ആ പെണ്ണ് എവിടെ പോയി കാണുമെന്തോ? എനിക്കറിയാവൂ, ഇവനോട് ചോദിക്കും. അവൾ അങ്ങനത്തെ ആളൊന്നുമല്ല മമ്മി. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. പോവാ, നീ അതും പറഞ്ഞോണ്ടിരുന്നോ? ഇവിടെ കുടുംബക്കാരെ മാനം മൊത്തം കപ്പല് കയറി. എല്ലാവരും നേരത്തെ എത്തില്ലോ? ആയിക്കോട്ടെ. നിങ്ങൾ നേരത്തെ എത്തിയില്ലേ? എവിടെയായിരുന്നടാ ഇത്ര നേരം? എന്ന് പറഞ്ഞ ഓടാനും പിടിക്കാനും നടക്കാനൊക്കെ ഞാനല്ലേ ഉള്ളൂ. നമ്മൾ സണിച്ചേണ്ട ഉള്ളേ. അത് തന്നെ. വലുതായല്ലോ. എന്നാ ആയിക്കോട്ടെ. എന്റെ പൊന്നു മമ്മി, ഞാൻ വരുവാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനായി വിളിച്ചോണ്ടിരിക്കണേ? ഇത് എന്നാടാ ഇത്? എത്ര നേരമായി നിന്നെ ഇവിടെ എല്ലാവരും മാറി മാറി വിളിക്കുന്നു? എടാ, ഒരു സ്ഥലത്ത് സമയത്ത് എല്ലാം കുടുംബക്കാരുടെ അന്തസ്, മനസ്സിലായോ? അന്തസ്സൊക്കെ ഏറിക്കറമ്പൂവല്ലേ? എന്നാന്ന്? അല്ല, അന്തസ്സിനൊരു കുറവും വരില്ല ചാച്ചാന്ന് പറഞ്ഞതാ. നീ വേഗം വണ്ടി എടുക്കാൻ നോക്ക്, കെട്ടിനുള്ള നേരമായി. പെണ്ണില്ലാണ്ട് പള്ളിയിലേക്ക് നിന്നിട്ട് ആരക്കട്ടെ ഇപ്പം വികാരച്ചന് കിട്ടും. എടാ, പെണ്ണൊക്കെ ഉണ്ട്, നീ വേഗം വണ്ടി എടുക്കാൻ നോക്ക്. അതേത് പെണ്ണ്? ലിയമോൾ, എന്റെ പൂക്കി. കാണാതെ പോയി കിട്ടിയ? അയ്യോ, കാണാതെ അവളല്ല, അവളെ ചേച്ചിയാ. ചേച്ചിയോ? അതിന് ചേച്ചി ആള് തലതെറിച്ചതാ. എനിക്ക് മുമ്പേ അനിയത്തിയുടെ കല്യാണം നടത്തുന്ന വീട്ടുകാരോട് പുച്ഛമാണെന്നൊരു കത്ത് എഴുതി വെച്ചിട്ട് പെങ്കുച്ചു പോയത്. എനിക്ക് കല്യാണ പെണ്ണോട് 3 നാൾ പറയാൻ. ഏത് കല്യാണ പെണ്ണോട്? പൂക്കി. എൻ്റെ അമ്മി കൊടുക്കത്തെ മഴയും അവൻ്റെ ഔട്ടി കൊണ്ട് വണ്ടി നിർത്തിക്കണം. എന്നിട്ട് അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. ദൂരം നേരെ വാ പോവാനേ. എടാ എത്ര നേരം അവിടെ നീ പോയിട്ട്? അടിച്ച കള്ളിന്റെ കെട്ട് ഇറങ്ങി. എന്തായാലും വണ്ടി എടുക്കും. അയ്യോ, എന്താ ഇതാരാ? ഇത്? കല്യാണ പെണ്ണ് അല്ലാണ്ട് ഞാനാ? കല്യാണ പെണ്ണാ?
മേക്കപ്പ് ഇട്ടില്ലായിരുന്നല്ലേ? ഇല്ല. ആ അത് പറ. രാത്രി മേക്കപ്പ് ഇട്ട് തരാം ഞങ്ങള്. വെറുതെ ഈ വണ്ടി എടുക്ക്. മനസ്സിലാവാൻ എന്നതാണേലും കെട്ടുമുടങ്ങരുതെന്ന് അവളുടെ അമ്മ പറഞ്ഞേക്കുന്നേ. നീ വേഗം വണ്ടി എടുത്ത് സമയം കളയാതെ നമുക്ക് പള്ളിയിലേക്ക് പോവാം. ആ. അയ്യോ എന്നടാ മോനെ? ഒന്നുമില്ല, ഞാനേ കാറ്ററിംഗുകാർക്ക് ഉപ്പ് പിടിച്ചൊക്കെ മറന്നു. അപ്പൊ നിങ്ങൾ വെള്ളിട്ട് പോ, ഞാൻ വന്നേക്കാം. ഓ ഉപ്പും മേടിച്ചോണ്ട് പള്ളിയിലേക്ക് വന്നേക്കണേ. വേണമെങ്കിൽ കുറച്ച് പഞ്ചാരി കൂടെ മേടിച്ചോ. ഓ വാങ്ങിക്കാം വാങ്ങിക്കാം. കെട്ട് മുടങ്ങിയില്ല അല്ലേ? ഇല്ല. വലിയുണ്ടോ? ഏയ് ഇതിവിടെ ഇരുന്നപ്പോൾ എടുത്ത് കൈ പിടിച്ചതാ. ഓ അത് ബ്രദറിൻ്റെ പാർട്ടിയോട് വെച്ചായിരുന്നു, അതിൻ്റെയാ. അതിനിടയ്ക്ക് ഒരു കത്തൊക്കെ എഴുതിയില്ലേ? കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ടങ്ങ് മുങ്ങാനായിരുന്നു പ്ലാൻ. എൻ്റെ എൻട്രി തക്ക സമയത്തായിരുന്നു അല്ലേ? പിന്നെ പെർഫെക്റ്റ് ആയിരുന്നു.